നമസ്കാരം, ബിസിനസ് ഐഡിയസിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലേഡീസിന് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ലേഡീസ് എന്നല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ പ്രോഡക്റ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് ബോട്ടിൽ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പ്രത്യേകിച്ച് ലേഡീസ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. മാർക്കറ്റിൽ ഓൾറെഡി ഈ പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് അതിനേക്കാൾ വില കുറച്ച് ഇല്ലെങ്കിൽ ക്വാളിറ്റി കൂട്ടി ക്വാണ്ടിറ്റിയും കൂട്ടി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ലേഡി സ്റ്റോറുകൾ, ഫാൻസി സ്റ്റോറുകൾ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ വഴി ഈ പ്രോഡക്റ്റ് നന്നായിട്ട് വിറ്റുപോകും. നിങ്ങൾ കൃത്യമായിട്ട് ഈ പ്രോഡക്റ്റിന്റെ പിന്നാലെ നടന്ന് അത് മാർക്കറ്റ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മാസം ഒരു 30,000 രൂപയെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ പാക്കിങ്ങും വലിയ കഠിനമായിട്ടുള്ള പണിയൊന്നും ഇല്ല. ശേഷം നമ്മൾ മാർക്കറ്റിംഗിൽ ഇത് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോകളിലുണ്ട്. കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. അറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു തരും. അറിയാൻ പാടില്ലാത്തവയാണെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞു തരും. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റ് നെയിൽ പോളിഷ് റിമൂവർ ആണ്. എല്ലാവർക്കും, എല്ലാ ലേഡീസിനും വേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം അവർ നിരന്തരം നെയിൽ പോളിഷ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിട്ടു, നാളത്തെ ഡ്രസ്സിന് വേറൊരു കളർ ഇട്ടു, മറ്റന്നാൾ വേറൊരു ഡ്രസ്സ് ഇട്ടാൽ അതിന് വേറൊരു കളർ ഇട്ടു. അങ്ങനെയാണ് ലേഡീസിന്റെ ഒരു കാര്യം. അവര് സൗന്ദര്യവർദ്ധക സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ നമ്മളിത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എന്നാൽ ഒരു രീതി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. രണ്ട് രീതി എന്ന് പറഞ്ഞാൽ, ഒന്ന് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, രണ്ട് ഓയിൽ ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ആൽക്കഹോൾ ബേസ്ഡ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം. റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അതിന്റെ മറ്റൊരു പേരാണ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. കെമിക്കൽ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതാണ് സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 60-70% നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുക. ദെൻ നമുക്ക് വെള്ള വിനാഗിരി, സാധാരണ വിനാഗിരി, അത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് 20-30% വരെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. അത് ഫ്രാഗ്രൻസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പ്ലസന്റ് സെന്റ് മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്കൊരു 10% ഉപയോഗിക്കാം. അതായത് ഈ ഒരു പ്രൊപ്പോർഷനാണ് 60-30-10. അങ്ങനെ നമുക്ക് ഉപയോഗിച്ചാൽ 100% കിട്ടും. ഇനി ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ റബ്ബിംഗ് ആൽക്കഹോളും വൈറ്റ് വിനാഗിരിയും നമ്മളുടെ ലെമൺ ജ്യൂസും കൂടെ, ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ എടുത്തു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് അരിച്ച് വൃത്തിയാക്കി, കാരണം അതിനകത്ത് തരികളൊന്നും വരാൻ പാടില്ല, എടുക്കണം. അതും കൂടെ പറഞ്ഞിരിക്കുന്ന പ്രൊപ്പോർഷനിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി ഒരു യൂണിഫോം സ്റ്റേജിലോട്ട് വരുന്ന രീതിയിലാക്കി കഴിയുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്യാം. നല്ല എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറിലായിരിക്കണം സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇത് വിൽക്കാൻ വേണ്ടി ഗ്ലാസിന്റെ ചെറിയ ബോട്ടിൽസ് തന്നെ വിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ആ ബോട്ടിൽസ് കിട്ടും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിലും ബോട്ടിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് മാർക്കറ്റിൽ എത്തിക്കാവുന്നതാണ്. ഇത് 50 മില്ലി, 100 മില്ലി അങ്ങനെ ആണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. എങ്ങനെ പോയാലും ഇതിന്റെ കോസ്റ്റ്, റോ മെറ്റീരിയൽ കോസ്റ്റും നമ്മളുടെ ബാക്കിയുള്ള എക്സ്പെൻസസും കാര്യങ്ങളും ഒക്കെ വെച്ച് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു പീസിൽ, അതായത് 100 മില്ലി വിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു 50 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു 50 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കടകൾക്ക് കൊടുത്തു കഴിയുമ്പോൾ. പിന്നെ നിങ്ങൾക്കറിയാം, കടകൾ 1-2 അല്ല വാങ്ങിക്കുന്നത്, ഒരുമിച്ച് വാങ്ങിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് അറ്റ് എ ടൈമിൽ 10-20 പീസ് ഒരുമിച്ച് അവർ വാങ്ങിക്കും. അതിൽ കൂടുതൽ വാങ്ങിക്കുന്ന കടകളുമുണ്ട്. പക്ഷെ അവരൊക്കെ ബൾക്ക് പർച്ചേസ് പലയിടത്തു നിന്നായിരിക്കും ചെയ്യുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റും കൊണ്ട് ചെല്ലുമ്പോൾ അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. പക്ഷെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട്, നല്ലതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ നമ്മളോട് വാങ്ങിക്കും. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു മാസത്തിൽ 30,000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. കൃത്യമായിട്ട് ചെയ്യണം. നമുക്ക് ആദ്യത്തെ മാസത്തിലോ, രണ്ടാമത്തെ മാസത്തിലോ, മൂന്നാമത്തെ മാസത്തിലോ ഒന്നും ഈ പ്രോഫിറ്റ് കിട്ടി എന്ന് വരില്ല. ബിസിനസ് പിടിച്ച് മാർക്കറ്റിൽ നമ്മൾ സ്റ്റേബിൾ ആയി കഴിയുമ്പോഴാണ് ഈ ഒരു രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് ലഭിക്കാൻ തുടങ്ങുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.